നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സാമ്പത്തികപരമായിട്ട് വളരെ ഉയരത്തിലെത്താൻ സാധിക്കുന്ന ഒരു സമയമുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും ദുരിതമാർന്ന ജീവിതം നയിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങൾ അവരെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരും. ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതോടുകൂടി ഒട്ടേറെ അനുകൂലമായ സമയങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരുന്ന ഗുണഫലത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ, പലപ്പോഴും കടബാധ്യത, സാമ്പത്തിക ദുരിതങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴുള്ള അനുകൂലമായ സമയം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജീവിതത്തിലെ നല്ല കാലം പിറക്കാൻ പോകുന്നു. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു. സമ്പത്ത് കുമിഞ്ഞുകൂടുന്നു. കടബാധ്യത കൊണ്ട് നട്ടം തിരിയുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഈ ഒരു പ്രശ്നം മാറുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും ജോലിയില്ലാത്ത ആളുകൾക്ക്, ജോലിക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നു. ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഏതെല്ലാം നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ വന്നു ചേരുന്നു. നന്മകൾ ഒട്ടനവധിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. അത്തരത്തിൽ മഹാഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ കഠിനമായ പരിശ്രമങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഇപ്പോൾ ഉള്ള ഒരു സമയം അനുകൂലമായി കൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വെച്ചടി കയറ്റം തന്നെയാണ് ഉണ്ടാകുക. ഭാഗ്യത്തിന്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം ഈ നക്ഷത്രക്കാർ രക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാട് സമയമുണ്ട്. കടങ്ങൾ കുന്നുകൂടുന്നു. സാമ്പത്തിക പരിമിതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു തരത്തിലും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരാത്ത ഒരു സാഹചര്യങ്ങൾ, ഇത്തരം അനുഭവത്തിലൂടെ ഈ നക്ഷത്രക്കാർ ഒരുപാട് കടന്നുപോയിട്ടുണ്ട്. ഇനിയാണ് അവരുടെ യഥാർത്ഥ നേട്ടങ്ങൾ, ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മികച്ച മുന്നേറ്റത്തിലൂടെ, മികച്ച ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുവരും. മനസ്സിൽ ആഗ്രഹിച്ച കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ ഇവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് മാറുന്നു. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും ഇവർക്ക് തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു. അഭിവൃദ്ധിയിലൂടെ, നേട്ടത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുവരിക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്, തടസ്സങ്ങളാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ നക്ഷത്രക്കാർ കുതിച്ചുയർന്നിട്ടുണ്ട്. നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുണ്ട്. അത്ര കണ്ട് ഉയർച്ചകളും നേട്ടങ്ങളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും ജോലി സംബന്ധമായി ജോലിയിൽ സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്നു. സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്നു. മികച്ച മുന്നേറ്റത്തിലൂടെ, മികച്ച ഉയർച്ചയിലൂടെ ഗുണങ്ങൾ ഏറെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മഹാഭാഗ്യത്തിന്റെ, മഹാ ഐശ്വര്യത്തിന്റെ അപൂർവ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെ, മഹാ ഐശ്വര്യത്തിന്റെ, സമ്പൂർണ്ണ
നേട്ടത്തിന്റെ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ചുറ്റിലുണ്ടാകുന്നു. ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്നായിരിക്കും അവരുടെ ഈ മാറ്റം, അതായത് അനുകൂലമായ നിലയിലേക്ക് വന്നു ചേരാൻ സാധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നത്. മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ വന്നു ചേരാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചുവരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം, വഴിപാടുകൾ സമർപ്പിക്കണം. ഭഗവാന് പാൽപായസം ഏറ്റവും വിശേഷ വഴിപാടാണ്. ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യദായകമായ ഒട്ടേറെ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന, ജീവിതത്തിൽ കരകയറാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന, ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കും. ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്നതിനോ വിദ്യാഭ്യാസപരമായിട്ട് ഉന്നത പഠന സാഹചര്യങ്ങൾ, ഉന്നത പഠന മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനോ വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. എന്തു തന്നെയാണെങ്കിലും ഈ നക്ഷത്രക്കാരുടെ ജീവിതം കുതിച്ചുവരാനുള്ള അവസരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് സന്തോഷത്തിന്റെ അവസ്ഥകൾ തന്നെയാണ്. സന്തോഷിക്കാൻ ഒട്ടേറെ വക നൽകുന്ന ഒരു സമയം ജീവിതത്തിൽ ഉണ്ടാകുന്നു. ജീവിതത്തിൽ പലവിധ കഷ്ടതകൾ, ദുഃഖദുരിതങ്ങളൊക്കെ മാറാൻ സാധിക്കുന്ന, ജീവിതത്തിൽ ഐശ്വര്യദായകമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും. ഇവർ നല്ലൊരു ബന്ധം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ധന സമ്പത്ത് ഇതൊക്കെ വർദ്ധിച്ചു കാണുന്ന, ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്ക് ഞെട്ടിത്തിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഇവർക്ക്. സന്താന സൗഭാഗ്യം, സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഇപ്പോൾ അനുകൂലമായൊരു സമയം വന്നു ചേരുകയും അതോടൊപ്പം തന്നെ ഇവർക്ക് അതിനുള്ള ഏറ്റവും നല്ല ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിനും സന്താന ഭാഗ്യത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും വന്നു ചേരുന്നു. മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ പരിശ്രമങ്ങൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്ന, മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് നേട്ടങ്ങൾ ഒരുപടിയാണ് വന്നു ചേരുന്നത്. ഈശ്വരാധീനമുണ്ട്, ഈശ്വര സൗഭാഗ്യമുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല ഭാഗ്യങ്ങളും നല്ല നേട്ടങ്ങളും നല്ല വാർത്തകളും കേൾക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും മികച്ച ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരിക തന്നെ ചെയ്യും. ഒരു നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് നേട്ടത്തിന്റെ ഒരു കാലഘട്ടം തന്നെയാണ്. പല വിധത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയത്ത് ആ ബുദ്ധിമുട്ടുകൾക്ക് മാറി ഐശ്വര്യദായകമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗവും വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് നേട്ടമുണ്ട്. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഭാഗ്യവർദ്ധനവിന് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അകാരണമായിട്ടുള്ള ചില ആപത്തുകൾ വരാനുള്ള സാഹചര്യങ്ങൾ ഇവർക്കുണ്ട്. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ഐശ്വര്യദായകമായ ഫലങ്ങൾ വന്നു ചേരുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.